ഓം ശാന്തി. സീതയുടെ ശോകമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഹനുമാൻ സമുദ്രലംഘനം നടത്തി ലങ്കയിലെത്താണ്. ആദ്യം ലങ്കാലക്ഷ്മി കാവൽക്കാരിയായ രാക്ഷസിയുടെ മുന്നിലാണ് എത്തുന്നത്. ആ രാക്ഷസിയെ വധിക്കുകയാണ് ഹനുമാൻ. അതോടുകൂടി ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കിട്ടും. മോക്ഷം കിട്ടുന്നതിന് മുമ്പായിട്ട് ലങ്കാലക്ഷ്മി ഹനുമാന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും സീത എവിടെയാണെന്ന്. ഉദ്യാനത്തിൽ സീത ആ ശിംശിബ വൃക്ഷ ചുവട്ടിലിരിപ്പുണ്ട്, പോയിട്ട് കണ്ടോളൂ പറയും. ഇത് ഹനുമാന് ഒരു വരദാനവും കൊടുക്കും, മംഗളം ഭവിക്കട്ടെ, നിനക്ക് മംഗളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അതിനുശേഷം ഹനുമാൻ ആ ഉദ്യാനത്തിലേക്ക് കടക്കും. അശോകവനം നമ്മൾ കേട്ടിട്ടുള്ളത്. അവിടെ ശിംശിബ വൃക്ഷ ചുവട്ടിലാണ് സീത ഇരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ദുഃഖിതയായ സീതയെ ഹനുമാൻ കാണാണ്. ഹനുമാൻ എന്ത് ചെയ്തു? ഒരു ചെറിയ കുരങ്ങൻ്റെ വേഷത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് പോയി മരത്തിലിരിക്കും. എന്നിട്ട് താഴെ നോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെ നടക്കണേ. അപ്പം എല്ലാ രംഗങ്ങളും കാണും. ഇടയ്ക്കിടയ്ക്ക് രാക്ഷസനായ രാവണൻ വരുന്നത്, സീതയെ പ്രലോഭിപ്പിക്കുന്നത്. ആ സമയത്ത് സീത തിരിച്ചു പറയണത്, എൻ്റെ രാമൻ വരും, നിന്നെ കൊല്ലും, എന്നെ ഇവിടുന്ന് മോചിപ്പിക്കും. പലതരത്തിൽ രാവണൻ പ്രലോഭിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊന്നും സീത രാവണന് വഴങ്ങി കൊടുക്കുന്നില്ല. രാമനെ കാത്തിങ്ങനെ ഇരിക്കുക, രാമൻ വരും 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 എന്നുള്ള ശുഭപ്രതീക്ഷയിൽ. സീതയുടെ കരച്ചിലെല്ലാം കേട്ടുകൊണ്ട് ഹനുമാനും അപ്പം മനസ്സിലായി ഇത് തന്നെയാണ് സീത. പക്ഷേ ഇനി തന്നെ തിരിച്ചറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് മേലെ ഇരുന്നിട്ട്, ഈ മരത്തിൻ്റെ മുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ കുഞ്ഞു കുരങ്ങൻ്റെ രൂപത്തിലിരുന്നിട്ട് രാവണനെ തേടി, രാവണൻ്റെ ലങ്ക തേടി, അതേപോലെ സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഇത്രയും കാലത്തെ പരിശ്രമങ്ങളെക്കുറിച്ചെല്ലാം ഹനുമാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ രാമൻ്റെ കഥ, ലക്ഷ്മണൻ്റെ കഥ കേൾക്കുമ്പോഴേക്ക് സീതയ്ക്ക് ഭയങ്കര സന്തോഷം. ഇത് ആരും എവിടെ ഇരുന്നാ പറയണേ, കാണാനും പറ്റണില്ല. അപ്പോൾ പിന്നെ ചാടി വന്ന് മുന്നിലിരിക്കും. അപ്പം സീതയ്ക്ക് ആദ്യം കുരങ്ങൻ്റെ രൂപത്തിൽ ചാടി വരുമ്പോൾ പിന്നെ സീതയ്ക്ക് പേടിയാ, ഇത് രാവണൻ്റെ ഇനി വേറെ എന്തെങ്കിലും രൂപമാണെങ്കിലോ. പക്ഷേ ഈ കുരങ്ങൻ വളരെ മര്യാദപൂർവ്വം പെരുമാറണ കണ്ടപ്പം മനസ്സിലായി ഇതൊരു രാക്ഷസനുമല്ല. പിന്നെ എന്നാലും സീതയ്ക്ക് സംശയം ഉണ്ടാവുമല്ലോ, കാരണം ഒരിക്കൽ അബദ്ധം പറ്റിയതല്ലേ. അവസാനം അടയാളമോതിരം കാണിച്ചു കൊടുക്കും. രാമൻ്റെ പേരെഴുതിയ മുദ്രമോതിരം കാണുന്ന സമയത്ത് മനസ്സിലായി ഇത് രാമൻ്റെ ദൂതൻ തന്നെയാണ്. ഹനുമാൻ പറയും, ഞാൻ രക്ഷിക്കാൻ വന്നതാണ്, അപ്പം എൻ്റെ ചുമലിലേറ്റ് ഞാൻ ദേവിയെ രാമൻ്റെ അടുത്ത് എത്തിക്കാം. സീത പറഞ്ഞു, ഞാനങ്ങനെ വരില്ല, ആരും അറിയാതെ ഹനുമാൻ്റെ ചുമലിലേറിയിട്ട് ഞാൻ വരില്ല. രാമൻ ഇവിടെ വരണം, ഇവിടെ വന്ന് രാവണനെ വധിക്കണം, എന്നിട്ട് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോഴേ രാമൻ്റെ കീർത്തി ലോകത്തിനുണ്ടാവുള്ളൂ, അല്ലാതെ ഞാനിവിടുന്ന് ഒളിച്ചോടി വരില്ല. അത് കേട്ടപ്പോൾ ഹനുമാന് വീണ്ടും സന്തോഷമായി. കാരണം ഇത്രയും നല്ല ഒരു ധാരണയുള്ള സ്ത്രീയാണല്ലോ. അപ്പോൾ രാമൻ വീണ്ടും ഹനുമാന് തൻ്റെ ദൂത് പൂർത്തിയാക്കണ്ടേ, താൻ വന്നു എന്നറിയിക്കണ്ടേ രാവണനെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ലങ്ക മുഴുവൻ ചാടി ഓടി നടന്നെല്ലാം കുറേ തട്ടി തകർക്കും. അപ്പോൾ ഈ ചാടിക്കളിക്കുന്ന കുരങ്ങനെ ഒതുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. എല്ലാവരെയും അടിച്ചിടിച്ച് കൊന്ന് എല്ലാത്തിനും ശരിയാക്കും. അവസാനം രാവണൻ്റെ ഒരു പുത്രൻ വരും, അക്ഷയകുമാരൻ, അതിനെയും വധിക്കും. ഇന്ദ്രജിത്ത് വന്നിട്ട് ബ്രഹ്മാസ്ത്രം അയക്കും. ബ്രഹ്മാസ്ത്രത്തിന് മുന്നിൽ മാത്രം ഹനുമാൻ തൊഴുതുകൊണ്ട് നിൽക്കും, പരാക്രമം ഒന്നും കാണിക്കില്ല. അപ്പോൾ ബ്രഹ്മാസ്ത്രം വന്നിട്ട് ബന്ധിയാക്കി രാവണൻ്റെ മുന്നിൽ പോകും. അപ്പം ഹനുമാൻ പറഞ്ഞു, ഇവനെ വാലുകൊണ്ടല്ലേ ഈ കളിച്ചതെല്ലാം, എൻ്റെ വാലിന് തീ കൊളുത്തി വിടും. തീ കൊളുത്തി വിട്ടപ്പോൾ എന്തായി? ആ തീയും കൊണ്ടുപോയിട്ട് എല്ലാം കത്തിച്ചു വിടും. എന്നിട്ട് അവസാനം സമുദ്രത്തിൽ പോയി തീ അണച്ചിട്ട് രാമൻ്റെ അടുത്ത് തിരിച്ചു വന്ന എല്ലാ കഥകളും പറയും.
അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീത ഇരിക്കുന്നത് രാവണൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ പറയുന്നത് ദേവേന്ദ്രന് പോലും അത്ഭുതം തോന്നും. അത്ര നല്ല സെറ്റപ്പാണ് ലങ്കയിൽ. അത്രയും സ്വർണ്ണ മകുടങ്ങളും സൗകര്യങ്ങളും സാധനങ്ങളും എല്ലാം ഉണ്ട്. സീതയ്ക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഓഫർ ചെയ്യാണ് രാവണൻ. പക്ഷെ ഇത്രയും സൗകര്യങ്ങളും സാധനങ്ങളും സർവസ്വം ഉണ്ടായിട്ടും സീത ദുഃഖിതയാണ്. എന്താ കാരണം? കാരണം ഒന്നു മാത്രമേ ഉള്ളൂ, രാമനില്ലേ. നമ്മുടെ ഇന്നത്തെ ലോകജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇന്ന് നോക്കും നമുക്ക് എന്താ സൗകര്യങ്ങളുടെ കുറവെല്ലാം ഉണ്ടോ? രാവണ രാജ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സയൻസും ടെക്നോളജിയും എല്ലാം വളർന്നിട്ട് എത്ര സാധനങ്ങളും സാമഗ്രികളും ജീവിതം അല്ലേ യാതൊരു പ്രയാസവും ഇല്ലാത്തതാക്കി മാറ്റുന്നത്ര സൗകര്യങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞിട്ടും കൂടി വരിക. പണ്ടൊക്കെ നോക്കും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ട്, എത്ര കിലോമീറ്റർ നടക്കണം. ഇപ്പോഴോ ഓരോ വീട്ടിലും ഓരോരുത്തർക്ക് 2-3 വണ്ടികളാണ്, ഓരോരുത്തരുടെ കയ്യിൽ 2-3 ഫോണുകളാണ് അല്ലേ. എന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം സാധനങ്ങൾ എല്ലാം കൂടി വന്നിട്ടുണ്ട്. ഇപ്പം സാധനങ്ങൾക്കൊന്നും നമുക്ക് കുറവില്ല, സൗകര്യങ്ങൾ ഇഷ്ടം പോലെയാണ്. പക്ഷെ എന്നിട്ടും മാനവ ജീവിതം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ സീതമാരും, അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കി എന്തെങ്കിലും ദുഃഖമുണ്ട്. നമ്മൾ വിചാരിക്കുമോ പണക്കാർക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പാവങ്ങൾക്കായിരിക്കും പ്രശ്നം. അവരുടെ അടുത്തേക്ക് ചെല്ലണം, അപ്പോഴാണ് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റണം. ചിലത് ഹെൽത്ത് ഉണ്ടാവും, വെൽത്ത് ഉണ്ടാവില്ല. ആരോഗ്യമുണ്ട് ചിലർക്ക്, പൈസയില്ല ചിലർക്ക്, പൈസയുണ്ട് ചിലർക്ക്, ആരോഗ്യമില്ല ചിലർക്ക്, പൈസയുണ്ട് ആരോഗ്യമുണ്ട് പക്ഷെ ബന്ധുക്കളെ കൊണ്ടുള്ള ദുഃഖം, എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം. ആ എന്തെങ്കിലും ഒരു കാരണത്താൽ ദുഃഖമുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? നമ്മൾ കാണുന്ന ഈ നമ്മൾ പറയും ഇത് വികസിച്ച ലോകം, ശരി തന്നെയാണ്. ഭൗതികമായ വികാസം തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തിലുണ്ട്. അത് നമുക്ക് നിറയെ സൗകര്യങ്ങളും സാധനങ്ങളും തന്നിട്ടുമുണ്ട്, അതിൻ്റെ ലാഭം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യ ഹൃദയത്തിൽ ഇത്രയും ദുഃഖവും വേദനയും നാൾക്കുനാൾ കൂടുന്നു. അർത്ഥം നമ്മൾ അതിൽ നിന്ന് എന്ത് തിരിച്ചറിയണം? നമുക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരെയോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മിസ്സിങ് ലിങ്ക് നമ്മൾ തിരിച്ചറിയണം. ആ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടത് രാമനെയാണ്. നമ്മൾ ഓരോ ആത്മാവിനെയും സീതയായിട്ട് എടുക്കണേ. ഓരോ ജീവാത്മാവും സീതയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് പരമാത്മാ രാമനെയാണ്. ആധ്യാത്മികതയാണ് ജീവിതത്തിൽ നിന്ന് അകന്നു പോയത്. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാ, ഒന്നിങ്ങനെ പോവില്ല. അതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ സഞ്ചരിക്കേണ്ടതാ. കാരണം നമ്മൾ മനുഷ്യരാ, നമുക്കൊരു മനസ്സും ഉണ്ട്, ശരീരമുണ്ട്. ശരീരത്തിനുള്ളതാണ് ഈ സാധനവും സാമഗ്രിയും. പക്ഷെ മനസ്സിന് ആര് വേണം? രാമൻ വേണം, ആധ്യാത്മികത വേണം. എന്നാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുള്ളൂ. എപ്പോഴും കൂടെ ഈ അടുത്തിടയിൽ ഒരു സത്സംഗത്തിൽ ഒരമ്മ വന്നിട്ട്, സത്സംഗത്തിൽ 7 ദിവസത്തെ ഒരു സത്സംഗം ഒരു അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ വന്നിട്ട് ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പം പറയുക, സിസ്റ്റർ ജീവിതത്തിൽ എല്ലാം എനിക്കുണ്ട്, സാധനവും സാമഗ്രിയും, മക്കൾ, നല്ല മക്കൾ, പൈസ, സൗകര്യങ്ങൾ, ഒരു കാര്യത്തിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷെ എത്രയോ കാലങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിന് എന്തോ നഷ്ടബോധമാണ്, കുറേ കാലം കൊണ്ട്. ഇപ്പം ഈ 7 ദിവസത്തെ സത്സംഗം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കെല്ലാം നഷ്ടബോധം തീർന്നതുപോലെ. എന്തോ കിട്ടാനുണ്ട്, ഇനി എന്തോ നേടാനുണ്ട്, ബാക്കിയെല്ലാം എനിക്കുണ്ട്. പക്ഷെ എന്നിട്ട് ഉള്ളിൽ ഒരു പൊള്ളയായിട്ട് ഫീൽ ചെയ്യായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, ആ പൊള്ള കിടന്നത്, ആ കാലി കിടന്നത് ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ആത്മാവിന് വേണ്ടത് ഭഗവാന്റെ കാര്യം, ആത്മീയ ജ്ഞാനം, പരമാത്മജ്ഞാനം, ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു കാലി ഫീലിങ് ഉണ്ടാവും. ഇനി എന്തോ നേടാനുണ്ട്, തേട് തന്നെ നമ്മൾ. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടത് എന്താണ്? ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന്, അഥവാ രാമനിൽ നിന്ന് അകന്ന ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സുഖശാന്തിക്കൊരു കുറവ് തീർച്ചയായിട്ടും അനുഭവപ്പെടും. അതുകൊണ്ട് സുഖവും ശാന്തിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ സാധനങ്ങളും സൗകര്യങ്ങളും മാത്രം പോരാ, എൻ്റെ കൂടെ ആരും കൂടെ വേണം? ഭഗവാനെ കൂടെ വേണം. പിന്നെ നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? സീതയ്ക്ക് നോക്കൂ, ഒരു തവണ അബദ്ധം പറ്റി, രാവണന്റെ കൂടെ പോയി. പിന്നെ ഹനുമാനെ കണ്ടപ്പോഴും ആദ്യം സംശയമാണ്. അതേപോലെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിറയെ പേർക്ക് സംശയരോഗമാണ്. സ്വന്തം വീടുകളിൽ തന്നെ നോക്കുക, എന്തൊരു സംശയരോഗ.
ഹസ്ബൻഡിന് വൈഫിനെ വിശ്വാസമില്ല, വൈഫിന് ഹസ്ബൻഡിനെ വിശ്വാസമില്ല. സംശയം ഒരു രോഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്തിന്? ഇന്നത്തെ നാട്ടിൽ, ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിലും ആൾക്കാർക്ക് സംശയം. ഇവരും ഇനി ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുകയാണോ? കാരണം എന്താ? ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നില്ല. ഭഗവാന്റെ പേര് പറഞ്ഞിട്ട് പലരും പല കാര്യങ്ങളും ദൈവത്തിൻ്റെ പേര് പറഞ്ഞു, ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞു, സത്സംഗങ്ങളുടെ പേരിൽ പലതരത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം സത്യത്തെ കണ്ടെത്താൻ ആർക്കും കഴിയുന്നില്ല. ഏതാ സത്യം, ഏതാ അസത്യം? ഇതിൽ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമോ? ഭയാണ്. സീതയെ പോലെ പേടി. ഇനിയും രാവണന്റെ പിടിയിൽ പെടുമോ? അതുകൊണ്ട് സത്യമായ ഭഗവാൻ തന്നെ വന്ന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് ആളെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന്. കാരണം അസത്യം അത്രയും കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഭഗവാനും ഭഗവത് കാര്യമാണ്. സത്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഭഗവാനിലെ ഗുണങ്ങൾ എവിടെയുണ്ട്? ഈശ്വരിലെ ഗുണങ്ങൾ എവിടെ കാണുന്നുണ്ട്? കാരണം ഭഗവാൻ ആരാ? അറിവിൻ്റെ കടലാണ്, സ്നേഹത്തിൻ്റെ കടലാണ്, ശാന്തിയുടെ കടലാണ്, അല്ലേ? ശക്തികളുടെ കടലാണ്. അപ്പം ഈ നന്മകളെല്ലാം ഒന്ന്, ഞാൻ ഏറ്റവും പ്രധാനം അതാണ് വിവേകം, ജ്ഞാനം. കാരണം വ്യക്തി ജ്ഞാനം കിട്ടാത്തിടത്തോളം പരിവർത്തനം ഉണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ നോക്കുക, ഏത് കാര്യം കേൾക്കുമ്പോഴാണ്, ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നത്. ആ പരിവർത്തനം സംഭവിക്കുന്ന അർത്ഥം എന്താണ്? ആന്തരികമായ നന്മയിലേക്ക് പോസിറ്റീവായൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലേ, തീർച്ചയായിട്ടും അത് ജ്ഞാനത്തിൻ്റെ വിവേകം കൊണ്ടേ ഇത് സംഭവിക്കുള്ളൂ. ആ ഗുണങ്ങളും ശക്തികളും ആരിലുണ്ട്? ഭഗവാനിലെ പോലെ. അപ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പം സത്യത്തെ അസത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി സീതയുടെ അടുത്ത് ഹനുമാൻ വന്നു. ഹനുമാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ കേട്ടു, പറഞ്ഞു. അവസാനം എന്താ സംഭവിച്ചേ? ഹനുമാന്റെ വാലിന് തന്നെയാണ് തീ കൊളുത്തി വിടുന്നത്. എൻ്റെ അർത്ഥം എന്താ? നമുക്ക് എല്ലാവർക്കും ഒരു വാലുണ്ടാവും. ഏത് വാല്? ഏതെങ്കിലും ഒരു ദുശീല, ഒരു ദുസ്വഭാവം, ഒരു കടുത്തത് നമുക്കൊക്കെ ഉണ്ടാവും. ആ കടുത്ത ദുശീലത്തിനാണ് തീ കൊളുത്തി വിടേണ്ടത്. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങൾ ഉണ്ടാക്കും. ചിലർക്ക് മോഹമായിരിക്കും, ചിലർക്ക് ക്രോധമായിരിക്കും, ചിലർക്ക് അഹങ്കാരമായിരിക്കും. ഏതെങ്കിലും ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ ദുശീലം, അതേതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ദുർവികാരം അല്ലെങ്കിൽ ദുശീലം തന്നെ നമ്മളെ തന്നെ കത്തിച്ച് കളയും. ആ അഹങ്കാരത്തിൻ്റെ വാല് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും. അപ്പം ആരെങ്കിലും നോക്കും, നമ്മളെ കളി കുടിക്കാൻ വേണ്ടി ക്ഷണിക്കണു, ഒരാൾ വിളിക്കുകയാണ്, കൂട്ടുകാരന്മാർ ചേർന്ന് വിളിക്കുക. എനിക്ക് വേണ്ട, നോ എന്ന് പറയാനുള്ള ഒരു വലിയ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനോടുള്ള ആസക്തി നമുക്ക് ഇല്ലാതിരിക്കണം. അഥവാ നമ്മുടെ ഉള്ളിൽ ആ ദുശീലം കിടക്കണമെങ്കിൽ എന്ത് ചെയ്യില്ല? നമുക്ക് കാരണം നമ്മുടെ ഉള്ളിൽ ആസക്തിയും കിടക്കുക, അതിനനുസരിച്ചൊരു സാഹചര്യവും വന്നു ചേരുക. ഇത് രണ്ടും കൂടെ എന്താവും? സിങ്ക്രണൈസ് ആവും. അപ്പം നമ്മൾ ഉടനെ അതിന് അടിമയായിട്ട് മാറും. വീണ്ടും അതിനനുസരിച്ചുള്ള സാഹചര്യം. കാരണം നമ്മൾ എന്തിച്ഛിക്കുന്നോ അതിനുള്ള സാഹചര്യം മുന്നിൽ വന്ന് ചേരും. അത് നിയമമാണ്. പറയില്ലേ, ആന്തരിക ലോകത്തിൻ്റെ റിഫ്ലക്ഷനാണ് പുറത്തെ ലോകം. ആ ശോകവനത്തിലായിരിക്കണേ. എന്നിട്ടും സീതയ്ക്ക് എന്താ? ശോകമാണ്, ദുഃഖമാണ്. നമ്മളും എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ലോകവും നമുക്ക് വേണമെങ്കിൽ പറയാം അശോകവനം തന്നെയാണ്. പക്ഷെ ശോകമാണ് എല്ലാവർക്കും എന്ന് മാത്രമേ ഉള്ളൂ. സൗകര്യവും സാധനവും വെച്ച് നോക്കിയാൽ അശോകവനാണ്. അതുകൊണ്ടാണല്ലോ ആൾക്കാരെല്ലാം ഇതിനെ സ്വർഗം എന്ന് പറയണേ. പക്ഷേ നമുക്ക് ദുഃഖിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ഏതോ ഒരു വാല് ഉണ്ട് എന്നുള്ളതാണ്. ആ വാല് ഏതാണെന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചെക്ക് ചെയ്യണം, കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ രാമായണ മാസം തന്നെയാണ് അതിന് ഏറ്റവും നല്ല സമയം. ഈ സമയത്താണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദുശീലം, ദുർബലത ഏതാണ്? കാരണം പറയാറുണ്ടല്ലോ, ഒരു കടലിൽ കൂടി തന്നെ സംസാര സാഗരം എന്നല്ലേ പറയണേ. അപ്പം ഈ ലോകത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല തലങ്ങളിലൂടെ ജീവിക്കാം. പറയില്ലേ, ചിലർ കടലിൽ പോയി കഴിഞ്ഞാൽ കടൽ കണ്ടോ ചോദിച്ചാൽ ആ കണ്ടു. എന്താ കണ്ടേ? തിരമാല കണ്ടു. അല്ലെങ്കിൽ മണലിലിരുന്ന് കളിക്കുമ്പോൾ കടൽ കണ്ടു, ആ കണ്ടു. ഒരു തോണിയിൽ പോയാൽ എന്തായി? ആ തോണിക്കാരൻ അയാളും പറയും ഞാൻ കടൽ കണ്ടു. അയാൾ പോയി മീനൊക്കെ പിടിച്ചിട്ട് വരും സുഖമായിട്ട്. മണലിൽ കളിക്കുന്നവരും മണലിൽ കളിക്കും. തോണിക്കാരൻ എന്ത് ചെയ്യും? മീൻ പിടിച്ചിട്ട് വരും. അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിലോ
അടിത്തട്ടിലേക്ക് പോകും. ഓക്സിജൻ സിലിണ്ടറൊക്കെ എടുത്തിട്ട് പോയാലോ കടലിലടിയിൽ പോയി മുത്തും പവിഴവും ചിപ്പിയൊക്കെ കണ്ടെത്താണ്. എല്ലാവരോടും ചോദിച്ചാൽ ആ കടലിൽ പോയി കടൽ കണ്ടു. നമ്മളും എല്ലാവരും ഈ ലോകത്തിൽ ജീവിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ജീവിക്കുകയാണ്. ചിലർ വെറുതെ മണലിൽ കളിക്കുകയാണ്. ചിലർ മേലെ തോണിയിൽ യാത്ര ചെയ്ത് മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ജീവിതത്തിൽ മുത്തും ചിപ്പികളും അവർക്കേ കിട്ടുള്ളൂ, ആരാണോ ആഴത്തിൽ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു സമയമാണ്. ഭഗവാൻ നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോധമാണ് തരണേ. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റണം? ഈ ജീവിത യാത്രയിൽ തന്നെ മുത്തുകളും ചിപ്പികളും കണ്ടെത്താൻ കഴിയണം. ആ മുത്തും ചിപ്പിയാണ് നമ്മുടെ ജീവിതത്തിന് വാല്യൂ ഉണ്ടാക്കണം. അപ്പം നമുക്ക് സീതമാർക്ക് ദുഃഖിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ മുത്തുകളും ചിപ്പികളും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗുണങ്ങളാണ്, നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന ശക്തികളാണ്. അത് നമുക്ക് കൂടെ വേണമെങ്കിൽ ആര് കൂടെ വേണം? രാമൻ കൂടെ വേണം. ഇല്ലെങ്കിൽ എന്നും ദുഃഖം തന്നെ ദുഃഖമായിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് ഓരോരുത്തർക്ക് ഈ രാമായണ മാസം അതുകൊണ്ട് ഒരു നല്ല സങ്കല്പം എടുക്കണം. എന്താ സങ്കല്പം എടുക്കും? നമ്മുടെ അടുത്തുള്ള ചീത്ത ഗുണങ്ങളെ കളയുക. പിന്നെ നല്ല ഗുണങ്ങളും. ഇനി നമ്മൾ സീതയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആ ശോകവനത്തിലേക്ക് തിരിച്ചു വരണം. ശോകമില്ലാത്തവരായിട്ട് മാറണം. ദുഃഖത്തിൽ നിന്നും മുക്തി കിട്ടണം. ദുഃഖം നമുക്ക് തരുന്നത് ഏതെങ്കിലും ദുർവികാരങ്ങളാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്ന മക്കളെ, നിങ്ങൾ ആ 5 ദുർവികാരങ്ങളെ ജയിക്കും. അതിനെ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓരോ ഹനുമാന്മാരും കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണ്ടേ? ഏത് വാലാണ് മുറിക്കണ്ടേ, കത്തിച്ച് കളയണ്ടേ, വേണ്ടേ? അതിനെ നോക്കിയിട്ട് അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ എങ്ങനെ കത്തിക്കുക? വാലെങ്ങനെ കത്തും? യോഗാഗ്നി. അതിനാണ് ഈശ്വരൻ നമുക്ക് യോഗവിദ്യ പഠിപ്പിച്ചു തരുന്നത്. ഭഗവാന്റെ ഓർമ്മ എന്ന് പറയുന്നത് യോഗ അഗ്നിക്ക് സമാനം. ആ അഗ്നിയിലെ എന്ത് നടക്കുള്ളൂ? നമ്മുടെ ഉള്ളിൽ നമ്മുടെ വാലുകൾക്ക് തീ പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് ധ്യാനം പരിശീലിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, കലിയുഗ കാലഘട്ടത്തിൽ ശോകം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും കാരണങ്ങൾ നമ്മൾ സീതമാരെ ദുഃഖിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അനിശ്ചിതത്വം കൂടിക്കൂടി വരിക ജീവിതത്തിൽ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം? മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ധ്യാനം തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് അന്തരാത്മാവിലേക്ക് യാത്ര ചെയ്യാനും നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന മുത്തുകളും ചിപ്പികളും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന് ആത്മാവിലുള്ള മുത്തും ചിപ്പിയും കണ്ടെത്തണം. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്, ശക്തി സ്വരൂപമായൊരാത്മാവാണ്, സ്നേഹം നിറഞ്ഞൊരു ചൈതന്യമാണ്. നമ്മളിലെ യാഥാർത്ഥ്യത്തെ ആദ്യം തിരിച്ചറിയണം. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കടലാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ വിലയേറിയ ധാരാളം കിടപ്പുണ്ട്. പിന്നെ ഏറ്റവും വില പിടിച്ച ആളുടെ സന്താനമാണ് നമ്മൾ. ആ സ്മരണയും കൂടി വരുമ്പോഴേക്കും എന്താവും? ഞാൻ രാമൻ്റെതാണ്. രാമൻ്റെ കാര്യം കേട്ടതും സീതയുടെ കരച്ചിൽ നിന്നു എന്നാണ്. രാമകഥ ഹനുമാൻ പറയണത്, മേലെ മരച്ചോട്ടിലിരുന്ന് പറയണത് കേട്ടപ്പോൾ തന്നെ ആളുടെ മനസ്സ് മാറി. അപ്പം നമുക്കൊക്കെ രാമകഥ കേൾക്കണം, രാമകഥ കേട്ട് ജീവിക്കണം. അങ്ങനെയുള്ള രാമകഥ കേൾപ്പിക്കാൻ ഹനുമാന്മാരും വേണം. അപ്പം നമുക്ക് രാമകഥ കേൾക്കുകയും വേണം. നമ്മൾ കേൾക്കുന്ന നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഹനുമാനെ പോലെ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ വേണം. ഈ 2 കാര്യവും നമുക്ക് ചെയ്യാനുണ്ട്, അല്ലേ? പിന്നെ ഒരു കാര്യം മറക്കരുത്. നേരത്തെ പറഞ്ഞല്ലോ, ഏത് കാര്യം? വാല ഏതാന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ കത്തിച്ചേണം. എന്നാലേ ഈ കലിയുഗി ലങ്ക നമുക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കലിയുഗി സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന് കത്തിച്ചു കളയാൻ. നമുക്ക് അല്പസമയം സ്മൃതിയിലിരിക്കാം. അപ്പോൾ പരമാത്മ സ്മൃതിയിലിരുന്ന് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഉള്ളിലുള്ള വാല ഏതാണെന്ന് സ്വയം കണ്ടുപിടിക്കുക. ഈശ്വരൻ്റെ ഓർമ്മയാകുന്ന അഗ്നിയിൽ അതിനെ ഭസ്മീകരിക്കുക. ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തിൻ്റെ മുന്നിൽ തൊഴുതു നിന്നു. ജ്ഞാനമാകുന്ന അസ്ത്രം ഏത് പരാക്രമിയെയും ശാന്തനാക്കും.
വാലിൽ പിടിച്ച തീ കൊണ്ടാണ് ഹനുമാൻ ലങ്ക മുഴുവൻ കത്തിച്ചത്. ഈശ്വരഭക്തനായ ഞാൻ ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ട്, ജ്ഞാനത്തിൻ്റെ ദർപ്പണത്തിൽ എന്നെ തന്നെ നിരീക്ഷിക്കുകയാണ്. കണ്ണാടിയിൽ മുഖം നോക്കും പോലെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. വളരെ ആഴത്തിൽ പോയി ആത്മപരിശോധന നടത്തൂ. ഹനുമാനായ എൻ്റെ ഉള്ളിൽ ഏത് തരത്തിലുള്ള വാലാണ് കിടക്കുന്നത്? ഏറ്റവും ഡൊമിനൻ്റായി, ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ദുർബല സംസ്കാരം, കടുത്ത സംസ്കാരം, സ്വഭാവം ഏതാണ്? ആ കടുത്ത സ്വഭാവം കൊണ്ട് സ്വയവും ഞാൻ കത്തുന്നുണ്ടാവും, മറ്റുള്ളവരുടെ ജീവിതത്തെയും കത്തിക്കുന്നുണ്ടാവും. സ്വയവും ദുഃഖിക്കുന്നുണ്ടാവും, മറ്റുള്ളവർക്കും ദുഃഖം കൊടുക്കുന്നുണ്ടാവും. കലിയുഗമാകുന്ന ഈ ലങ്കയിൽ ജീവിതയാത്ര ചെയ്യുന്ന എനിക്ക് ആ കടുത്ത ദുസ്വഭാവത്തെ തീർച്ചയായും കണ്ടെത്തണം. എക്സ്റേയിൽ കാണുന്നില്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കൂ. സൂക്ഷ്മ നിരീക്ഷണം നടത്തി നോക്കൂ. സമ്പൂർണ്ണ സ്കാനിങ് നടക്കുകയാണ് എൻ്റെ. മനോതലത്തിലും ബുദ്ധിതലത്തിലും സംസ്കാര തലങ്ങളിലുമെല്ലാം പരിശോധന നടത്തും. കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള മുഴുവൻ ജീവിതവും ഒന്ന് വിലയിരുത്തി നോക്കൂ. കുട്ടിക്കാലം മുതലേ ആ ദുർബല സ്വഭാവം, കടുത്ത ദുർബലത അന്നു മുതലുണ്ടാവും. വീട്ടിലും സ്കൂളിലും എല്ലാം പലപ്പോഴും അത് കാണിച്ചിട്ടുണ്ടാവും. പലപ്പോഴും അതിന് തല്ല് കിട്ടിയിട്ടുണ്ടാവും. പലരുടെ കയ്യിൽ നിന്നും വഴക്ക് കിട്ടിയിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം ആ ദുസ്വഭാവവും വളർന്ന് വലുതായിട്ടുണ്ടാവണം. ഇപ്പോൾ എവിടെയാണോ ഞാൻ എത്തി നിൽക്കണേ, ഈ പ്രായത്തിൽ ആ കടുത്ത സംസ്കാരം, കടുത്ത ദുർബല സംസ്കാരം ഹനുമാന്റെ വാലി പോലെ എനിക്കെൻ്റെ ജീവിതത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിനും കഷ്ടം നൽകുന്ന ആ കടുത്ത ദുർബല സംസ്കാരത്തെ ഞാൻ കാണുകയാണ്, തിരിച്ചറിയുകയാണ്. എനിക്ക് ബോധ്യം വന്നു. സ്കാനിങ് റിപ്പോർട്ട് ഞാൻ തന്നെ സ്കാൻ ചെയ്ത് എനിക്ക് തന്നെ എൻ്റെ ആ ദുർബല സംസ്കാരത്തെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഡോക്ടറായി മാറുകയാണ്. സുപ്രീം സർജൻ വൈദ്യനാഥൻ ഭഗവാനാണ്. ആ ഭഗവാന്റെ കുട്ടിയായ എനിക്കും തീർച്ചയായും എന്നെ വിലയിരുത്താനും എന്നെ ചികിത്സിക്കാനും കഴിയും. സ്കാനിങ് റിപ്പോർട്ട് വിലയിരുത്തി ഈ കടുത്ത ദുർബല സംസ്കാരത്തെ മാറ്റാൻ ജ്ഞാനയോഗത്തിൻ്റെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കും. വാലിന് തീ കൊളുത്തി വിടും. യോഗാഗ്നിയിൽ ഈശ്വരധ്യാനം നിത്യേന അഭ്യസിച്ച് കടുത്ത ദുർബല സംസ്കാരത്തെ സംസ്കരിച്ചെടുക്കാം.
പരിവർത്തനപ്പെടാൻ കഴിയുമെന്ന ദൃഢവിശ്വാസം എനിക്കുണ്ട്. ഓം ശാന്തി.